ഞാൻ ആ പറഞ്ഞത് ശരിയായില്ല, അന്നത്തെ എന്റെ തീവ്രവാദം അതായിരുന്നു എന്ന്. അത്ര വരെ ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു നാടാണ് നമ്മുടെ നാട്. നമുക്ക് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നഗരങ്ങളിലും റോഡുകളിലും കവലകളിലും, അതിന് മാത്രമല്ല കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ചെന്നാൽ മതം പറയാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പെർമിഷൻ ലഭിക്കുന്ന വിഭാഗം ഏതാ? മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളെ പോലെ റോഡിൽ ഇപ്പൊ ഇതുപോലെ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ചെന്നാൽ മുജാഹിദുകളുടെ തന്നെ ആയിരക്കണക്കിന് പരിപാടി ഉണ്ടാവും റോട്ടില്. സമസ്തക്കാരുണ്ടാവും, സോൾഡാരുണ്ട്. പക്ഷേ ഒരൊറ്റ ഹിന്ദുവിന്റെ പ്രസംഗം ഉണ്ടാവില്ല റോട്ടിൽ. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല റോട്ടിൽ ഹിന്ദു മതം പ്രസംഗിക്കുന്ന ഒരാൾ ഇന്ന് വരെ കേരളത്തിൽ. ഒരു സ്വാമീനെ സംഘടിപ്പിച്ച് റോട്ടിൽ വയലേറിയ ഹിന്ദുക്കൾക്ക് പരിചയം തന്നെയില്ല. അപ്പൊ ഈ ഇസ്ലാമിനെ റോട്ടിൽ പ്രസംഗിക്കുക, ക്രിസ്ത്യാനികൾ റോട്ടിൽ മൈക്കെട്ടി അധികം പ്രസംഗിക്കാറില്ല. പിന്നെ വാഹനത്തിലുണ്ട് പള്ളിയിലച്ചന്മാർ കിടക്കൊക്കെ ഒരു പോക്ക്. അതിലവര് റോട്ടിലിറങ്ങി കുറച്ചെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാന്നല്ലാതെ വ്യവസ്ഥാപിതമായി റോട്ടിൽ മറുപടിക്ക് മറുപടി, സംവാദം, വാദപ്രതിവാദം, ചോദ്യോത്തര സെഷൻ എന്ന ഇസ്ലാമിക ദഅവത്ത് ഏക ഉള്ള സംഘടനയും സമൂഹവും ഇസ്ലാമിക സമൂഹമാണ്. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഈ ഭരണഘടനയും പോലീസുകാരെ ഏറ്റവും കൂടുതൽ കാവലെത്തുന്ന ആർക്കാ? ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടിയാണ് അല്ലേ? അതാണ് കേരളത്തിന്റെ ഒരു അവസ്ഥ. പിന്നെ ചർച്ചുകളിലും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലും ഒക്കെ പിന്നെ പല ഉത്സവങ്ങളും സമ്മേളനങ്ങളും ഒക്കെ ഉണ്ടാവുക എന്നല്ലാതെ റോട്ടിൽ മതം പറയുന്നവര് നമ്മളാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനവും സമസ്തയും അല്ലേ? പോപ്പുലർ ഫ്രണ്ടും സോളിഡാരിറ്റിയും ഒക്കെ രാഷ്ട്രീയം, ഭൗതിക പ്രശ്നങ്ങൾ, മതം അവർക്ക് പ്രശ്നമല്ല, ദീൻ അവർക്ക് പ്രശ്നമല്ല. അങ്ങനെയുള്ള ചർച്ചകളൊന്നും അവർക്കാർക്കും എന്നല്ല, അവർക്കൊരു പ്രശ്നമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ള കാര്യങ്ങൾ പഠിക്കലായിരുന്നാലും എവിടെയും ഒരു സമസ്തക്കാരൻ അവന് പ്രസംഗിക്കും, അവൻ പെർമിഷൻ എടുക്കുന്നു, അവൻ പ്രസംഗം നടത്തും, അതവന്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ മുജാഹിദുകൾ എതിർക്കുന്നില്ല, എതിർത്തിട്ടില്ല, ഒരു കാലത്തും എതിർക്കുകയില്ല. കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ആകാശഭൂമികളുടെ തമ്പുരാനെ പേടിക്കുന്നവരാകുന്നു അവരെ നയിക്കുന്നത് എന്നതാണ് ഒരു കാരണം. മരണാനന്തര ജീവിതത്തിൽ പടച്ചോന്റെ അടുത്ത് തോന്നിയാസങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്ന ഉത്തമമായ ബോധ്യം. പിന്നെയോ വിശുദ്ധ ഖുർആൻ മാനവരാശിയെ ഏത് വിശ്വസിക്കാനും എന്ത് പ്രബോധനം ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം മനുഷ്യന് നൽകിയിട്ടുണ്ട്. അവരുടെ മടക്കം അല്ലാഹുവിലേക്കാണെങ്കിലും എന്ന ബോധ്യം. രണ്ടാമതായി, ഈ ഭരണഘടന ഏതൊരു മത രാഷ്ട്രീയ സമൂഹത്തിനും അവരുടെ ആദർശം പ്രബോധനം ചെയ്യാൻ, അതുകൊണ്ടാണല്ലോ വ്യത്യസ്ത സംഘടനയേത് അല്ലേ? സമസ്തക്കാര് പറയുന്നതൊക്കെ കേരളത്തിലെ മുജാഹിദക്ക് ഇഷ്ട അല്ലല്ലോ. സമസ്തയിലെ പിന്നെ പ്രബോധനം എന്ന് പറയുന്നത് ഇസ്ലാമിനെതിരാണ്, പൂർണ്ണമായി ഇസ്ലാമിനെതിരാണ്. സമസ്തയുടെ വിശ്വാസം ഇസ്ലാമിനെതിരാണ്, കർമ്മങ്ങൾ ഇസ്ലാമിനെതിരാണ്, ജീവിത രീതികൾ ഇസ്ലാമിനെതിരാണ്, അവരുടെ പഠിപ്പിക്കൽ സിലബസ് ഇസ്ലാമിനെതിരാണ്, അവർ റോട്ടിൽ പ്രസംഗിക്കുന്ന ഇസ്ലാമിനെതിരാണ്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മളാരും എതിർക്കാറില്ല. എന്തുകൊണ്ട്? അത് അവർക്ക് ഈ ഭരണഘടന നൽകിയ സ്വാതന്ത്ര്യമാണ് എന്നതുകൊണ്ട്. അതറിയാത്ത ഒരേ ഒരു വിഭാഗം സമസ്തക്കാരെ. ഏത്? ഞങ്ങളുടെ ഇന്നലെ രാവിലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, തിരൂർ BP അങ്ങാടി കണ്ടുകൂട്ടി. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് കുറച്ച് ചെക്കന്മാര് വന്നു. അവിടെ പറ്റൂല. എന്താ പറ്റാണ്ട്? നിങ്ങൾക്ക് ആർക്കെങ്കിലും എഴുതി തന്നിട്ടുണ്ടോ? നാടിനെ, കേരളത്തിന് സമസ്തയുടെ തറവാട്ട് വകയാകുന്നു കേരളം എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ ചട്ടം വിത്തരം, അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലേ? കയ്യും കാലും ഒക്കെ ഉള്ള ആർക്കും പറ്റൂ. ഞാൻ ഇടിച്ചാലും നിങ്ങളെ മൂക്ക് പൊട്ടു, നിങ്ങൾ ഇടിച്ചാൽ ചിലപ്പോൾ എന്റെ മൂക്ക്. അതൊക്കെ ഒരു നല്ല പരിപാടിയാണ് അല്ല? അപ്പൊ അവര് ചോദിച്ചു, ഇവിടത്തെ വേറെ ആർക്കും എതിരെ അഭിപ്രായമില്ല, എല്ലാ പ്രബല സംഘടനകളും മുജാഹിദുകളും പ്രസംഗിക്കണം എന്ന് പറയുന്നത്. എല്ലാരും പ്രസംഗിക്കാറ്, നിങ്ങളും പ്രസംഗിക്കാറുണ്ട്. അതെന്താ പറ്റൂല എന്ന് പറയും? നിങ്ങൾ ആരവിടെ? ഈ ഒരു സമീപന രീതി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പിന്നെ ഇസ്ലാഹി പ്രസ്ഥാനം എന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നു? ഇത് പ്രവാചകന്മാരുടെ തായ്വഴിയായതുകൊണ്ട്. അതാണ് ഇതിനുള്ള മറുപടി. ഇതൊക്കെ പറഞ്ഞാൽ സുന്നികൾ ഇനി ആക്രമിക്കൂലേ? ആക്രമിക്കണം. എന്തുകൊണ്ട്? ഒരു പ്രവാചകന്റെ ശത്രുപക്ഷത്തിൽ ചേർന്നവര് അബൂജഹലിന്റെ മില്ലത്തിലോ ഫിറൗനിന്റെ മില്ലത്തിലോ അതുപോലെ അഹമാന്റെ മില്ലത്തിലോ ഒക്കെ ചേർന്ന ആളുകൾ അത് ചെയ്യണം. മുജാഹിദ് പ്രസ്ഥാനം മാത്രം മുസ്ലിങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നതും മർദ്ദിക്കപ്പെടുന്നതും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പ്രസ്ഥാനം സത്യത്തിന്റെ പ്രസ്ഥാനമാകുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ മുമ്പാകെ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഭൗതിക ലോകത്ത് സമസ്തക്കാർക്ക് ബോധ്യപ്പെട്ടു. മദ്രസ മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ ശക്തമായ എതിർപ്പായിരുന്നു ഇവിടെ.
പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ മദ്രസയുള്ള പ്രസ്ഥാനം ഏതാ? ഇരു സമസ്തകളും വാശിയാണ്, എണ്ണത്തിന്റെ പേരിൽ വാശിയാണ്. എന്താ? അവർക്ക് എന്നെ മനസ്സിലായി. മദ്രസയിൽ ടീച്ചിങ് നടത്തി ശമ്പളം വാങ്ങുന്ന മുസ്ലിയാക്കന്മാർക്ക് ഉള്ളിന്റെ ഉള്ളില് മുജാഹിദുകളോട് സ്നേഹ. അങ്ങാടിയിൽ ഒറ്റക്ക് നിൽക്കുന്ന ഉസ്താദിനോട് ഒരു മുജാഹിദ് സലാം പറഞ്ഞ വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ? ഉള്ളിനുള്ളിൽ എടോ എന്റെ പൂർവികന്മാര് വാദിച്ചിട്ടാ ഇന്ന് എനിക്കൊരു മദ്രസയിലെങ്കിലും ജോലി കിട്ടി, ഇല്ല എന്റെ ജീവിതം എന്തായിരുന്നു? പള്ളി ദർസിൽ ചൊറിഞ്ഞു തിരിഞ്ഞ് കിതാബ് എഴുതി എനിക്ക് മദ്രസ ടീച്ചിങ് കൂടി ഇല്ലെങ്കിൽ ഇന്റെയൊക്കെ ജീവിതം എന്തായിരുന്നു? അതുകൊണ്ട് നിങ്ങളെ പൂർവികന്മാര് വാദിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് മദ്രസയിലെ ടീച്ചർമാരാകാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആ ഒരു സ്നേഹം ഉള്ളിന്റെ ഉള്ളിൽ ആർക്കുണ്ട്? അവർക്കുണ്ട്. മുജാഹിദ് പ്രസ്ഥാന സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്തൊരു കാര്യവും ഈ സമൂഹത്തിന്റെ മുമ്പാകെ മുജാഹിദ് പ്രസ്ഥാനം വെച്ചിട്ടുണ്ടോ അത് ഈ സമുദായം സ്വീകരിക്കും. പക്ഷേ തൗഹീദിന്റെ കാര്യം അതെന്താ? അതിന്റെ റിസൾട്ട് ദുനിയാവെന്ന് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. മാത്രമല്ല വിശ്വസിക്കുന്നതെന്തോ അതിനനുകൂലമായ റിസൾട്ടാണ് ദുനിയാവില്. ദർഗയെ പോയാൽ കുട്ടികളെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നവന് കുട്ടികളെ കിട്ടുന്നത്, പിന്നെ ഓനെങ്ങനെ മാറും? രോഗം മാറും ഇന്ന സ്ഥലത്ത് എന്നാൽ അവൻ വിശ്വസിച്ചവന് രോഗം മാറുന്നു. അത് അവൻ മനസ്സിലാക്കുന്നുണ്ട് അത് ശരിയാണെന്നുള്ളതിന്റെ അടയാളാണ്, അത് ശരിയാണെന്നുള്ളതിന്റെ അടയാളമല്ല. അതാണ് ഖുർആൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. വമൻ യുശാഖിഖുർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 115-ാമത്തെ വാചകം. എന്താ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും? ഹിദായത്ത് വ്യക്തമായി കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരായി പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ, പിന്നെയോ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുന്ന ആളുകള്, സഹാബികള്, അതാണ് ഇവിടെ മുഅ്മിനുകൾ എന്ന് പറയും. ആ സഹാബികൾ കാണിക്കാത്ത മാതൃക, ആ സഹാബികൾ ശീലിച്ചിട്ടില്ലാത്ത വഴി, ആ വഴി സ്വീകരിക്കുന്ന ആളുകൾ, അവരെ പറ്റി അല്ലാഹു പറഞ്ഞ എന്താ? നുവല്ലിഹി മാ തവല്ല, തിരിഞ്ഞിടത്തേക്ക് നാം അവരെ തിരിച്ചുവിടും എന്ന് പറഞ്ഞാൽ കുട്ടിനെ കിട്ടും ദർഗയിൽ പോയാണെങ്കിൽ അവർ കുട്ടിനെ കൊടുക്കും. പക്ഷേ വനുസ്ലിഹി ജഹന്നം, നരകത്തിലേക്കാണ് വരവ്. ചെയ്യുന്ന പ്രവൃത്തിന്റെ ഫലം ഉണ്ടാവുമോ? നല്ല ഒരാൾക്ക് പോക്കറ്റ് അടിച്ചിട്ട് നല്ല പണം ഉണ്ടാക്കാൻ കഴിയും, അതിന്റെ അർത്ഥം നല്ലതാണ്. ആരും പിടിക്കണില്ല, പോക്കറ്റടി ആരും പിടിക്കണില്ല, മാസം കൊണ്ട് കോടീശ്വരനും ആകാം. അപ്പൊ ഒരാൾ പറയാം പോക്കറ്റടി നല്ല പരിപാടിയാണ്, കാരണം എന്താ? ഭയങ്കര റിസൾട്ടാണ്, നല്ല പുലൂസല്ല കിട്ടുന്ന, ഒരു അധ്വാനം കൊണ്ട് 1 മിനിറ്റ് അല്ലെ, ചെറുതായിട്ടൊരു ട്രെയിനിങ്, പിന്നെ പോലീസുകാർക്ക് ഒരു കൈമടക്കും. എന്താ സൈ? നാട്ടിലെ എന്തിനും സുഖമാണ് പോലീസുകാർക്ക് ഒരു കൈമടക്ക് കൊടുത്താൽ അല്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ? പോക്കറ്റടിയില് നല്ല ലാഭം ഉണ്ടാകുക, അതുകൊണ്ട് നല്ലതാണ് അല്ല. കൊള്ളയും കൊലയും അതിലൊക്കെ കുറെ റിസൾട്ട് ഉണ്ടാവും. വാടക ഗുണ്ടകർക്ക് 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെ കിട്ടും എല്ലാരും എടുത്തുന്നു, നാട്ടുപ്രമാണിയിൽ നിന്നും അതുപോലെ നേതാക്കന്മാരിൽ നിന്നും രാഷ്ട്രീയക്കാർക്കും ഒക്കെ കിട്ടും അല്ലേ? അതുകൊണ്ട് നല്ല ഏർപ്പാടാണ് അല്ല. ഇസ്ലാം പഠിപ്പിച്ചോ ഇല്ലേ, ഒന്നൊന്ന് ഫലം ഉണ്ടാകണുണ്ടോ ഇല്ലേ എന്നതൊന്നുമില്ല. ചില ആളുകൾക്ക് കള്ളു കുടിച്ചാലേ പണിയെടുക്കാൻ കഴിയും. അതിന്റെ അർത്ഥം ഭാസ്കറിന് പണിയെടുക്കണേ കള്ളുടിക്കണം, ഭാസ്കറിന് വണ്ടി ഓടിക്കണേ കള്ളുടിക്കണം, ദേവദാസന് കള്ളുടിച്ചാലേ വണ്ടി ഓടിക്കാൻ പറ്റൂ, മുഹമ്മദിന് കള്ളുടിച്ചാലേ പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റൂ എന്നൊരവസ്ഥ ഉണ്ടായ അപ്പൊ വണ്ടി ഓടിക്കണമെങ്കിൽ കള്ളുടിക്കാം. അപ്പൊ നല്ലതാണ് അല്ല. ഏതൊന്നിനും ഫലം ഉണ്ടോ എന്നുള്ളതല്ല ഒരു കാര്യം, നല്ലതാണോ അല്ലേന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം അല്ല. അല്ല, ഭാര്യയുമായി ബന്ധപ്പെട്ട കിട്ടുന്ന അതേ സുഖം വ്യഭിചരിച്ചാലും കിട്ടണേ, അതുകൊണ്ട് നല്ലതാണ്, ഒക്കെ ഒരേ ഏർപ്പാടാണെന്ന് അല്ല. ഒന്ന് വ്യഭിചാരമാണ്, ഒന്ന് അനുവദനീയമല്ല, ഒന്ന് അനുവദനീയമാണ്. ദർഗയിൽ പോയാൽ കുട്ടികളെ കിട്ടും എന്നതല്ല ആ കാര്യം ശരിയാണെന്നുള്ളതിന്റെ തെളിവ് അല്ല. ക്രിസ്ത്യാനികൾക്ക് മറൈൻ ഡ്രൈവില് ചർച്ചിൽ എന്നാൽ 60 ദിവസത്തിലെ ഇടക്ക് വരുന്ന ചൊവ്വാഴ്ചകളിൽ അവിടെ ഒരു പൂജ നടത്തിയ കല്യാണം നടക്കും, ഉറപ്പാ. എല്ലാ പെൺകുട്ടികളും നടക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം അതാ ശരിയെന്നാ? നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ ക്രിസ്ത്യാനികളായ മതിയല്ലോ. കല്യാണം നടക്കുന്നുണ്ട്, അവിടെ നടക്കുന്നുണ്ട്. വേളാങ്കണ്ണി പോയാൽ എന്താ കിട്ടും? വിശാരിക്കാവിച്ചെന്ന് എന്താ കിട്ടും? ഓടക്കാടിയിൽ കൊടങ്കമെഴുത്തിയാല് ആർക്കെതിരാണോ കൊടങ്കമെഴുത്തിയത് അയാൾ ഡൗണാവും, ഉറപ്പാ. അതിന്റെ അർത്ഥം അത് അനുവദനീയമാണ്, നല്ലതാണെന്ന് അതിനർത്ഥമില്ല. ഒരു സുന്നിക്ക് ദർഗയിൽ പോയ കുട്ടിയുണ്ടായി, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്നു. വടക്കാഞ്ചേരിയിലെ അഹമ്മദാജി, ചേനരയിലെ അബൂബക്കറാജി എന്നും കുട്ടികളെ കിട്ടി. അതിന്റെ അർത്ഥം ഗുരുവായൂര് ഷെയ്ഖ് ഭയങ്കര ഷെയ്ഖാന്ന് അല്ല, ഗുരുവായൂരപ്പം മുന്തിയ ഔലിയാന്ന് അല്ല. ഹജ്ജിന് പോയി എല്ലാ ഔലിയാക്കന്മാരോടും പറഞ്ഞു നോക്കി, എല്ലാ അമ്പിയാക്കന്മാരോടും പറഞ്ഞു നോക്കി, കുട്ടികളെ കിട്ടിയില്ല. അവസാനം ഗുരുവായൂർ ഔലിയനോട് പറഞ്ഞു കുട്ടികളെ കിട്ടി. അങ്ങനെയാണോ? ഒരാൾക്ക് ഗുരുവായൂർ പോയി എന്ന് നോക്ക്, ശ്രീ
സ്വാമി ക്ഷേത്ര നട പയ്യന്നൂര്